ഹലോ ഫ്രണ്ട്സ്, ഒരിക്കൽ കൂടി ഞങ്ങളുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും അല്ലേ, ഞാനൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളതെന്ന്. അതെ, പരിപ്പ് വട നമുക്ക് വീട്ടിൽ എങ്ങനെ എളുപ്പത്തിൽ തയ്യാറാക്കാമെന്ന് നോക്കാം. പരിപ്പ് വടയ്ക്ക് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. 1 കിലോ വെളിച്ചെണ്ണ, 1 കിലോ വടപ്പരിപ്പ്, ഏകദേശം 50 ഗ്രാം വറ്റൽമുളക്, ആവശ്യത്തിന് പച്ചമുളക്, ഒരു 4-5 സവാള, ആവശ്യത്തിന് ഇഞ്ചി, കുറച്ച് പെരിഞ്ചീരകം, പിന്നെ ആവശ്യത്തിന് കായവും വേണം. പിന്നെ കറിവേപ്പില, അത് വീട്ടിൽ തന്നെ ഉള്ളതാണെങ്കിൽ അത്രയും നന്നായിരിക്കും. ഈ കാണുന്ന ഇത്രയും സാധനങ്ങളാണ് പരിപ്പ് വട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തു വച്ചിട്ടുള്ളത്. ഈ കാണുന്നത് പോലെ സവാളയും വറ്റൽമുളകും ചെറുതായി അരിഞ്ഞു വയ്ക്കുക. ഒപ്പം ഇഞ്ചിയും പച്ചമുളകും ഇതുപോലെ തന്നെ വളരെ ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്ത് വയ്ക്കാവുന്നതാണ്. ഇതെല്ലാം ചെയ്യുന്നതിന് മുന്നേ തന്നെ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ പരിപ്പിനെ 2 മണിക്കൂർ കുതിർക്കാൻ വേണ്ടി വെക്കേണ്ടതാണ്. അതിനുശേഷം ഈ കാണുന്നത് പോലെ മിക്സിയിൽ ഒരു പ്രാവശ്യം കറക്കിയെടുക്കേണ്ടതാണ്. തീരെ അരയാനും പാടില്ല. അരയ്ക്കുന്ന സമയത്ത് ഒരു തുള്ളി വെള്ളം പോലും ചേർക്കാൻ പാടില്ല. അരച്ചു വെച്ചിരിക്കുന്നതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സാധനങ്ങൾ ചേർക്കാവുന്നതാണ്. എന്തൊക്കെയാണെന്ന് ഒരിക്കൽ കൂടി പറയാം. ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, വറ്റൽമുളക്, പച്ചമുളക്, സവാള, പെരിഞ്ചീരകം, ആവശ്യത്തിന് കറിവേപ്പില, പിന്നെ ഉപ്പ്, കായം, ഉപ്പ് ഇവയെല്ലാം ആവശ്യത്തിന് വേണ്ടി മാത്രം ചേർക്കുക. അതിനുശേഷം ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യണം. അത് കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്താൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടുകയുള്ളൂ. കുഴയ്ക്കുന്ന സമയത്തായാലും ഒരു തുള്ളി വെള്ളം പോലും ചേർക്കേണ്ട ആവശ്യമില്ല. ഈ കാണുന്ന രീതിയിലാണ് കിട്ടേണ്ടത്. അതിനുശേഷം ഈ കാണുന്നത് പോലെ ഉരുളകളാക്കി വെക്കാം. അത് കഴിഞ്ഞ് ഈ കാണുന്നത് പോലെ കയ്യിൽ വെച്ചതിന് ശേഷം നടുഭാഗത്തായിട്ടൊന്ന് ചെറുതായിട്ട് അമർത്തി കൊടുക്കണം. നന്നായി ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് ഓരോ വടകളായിട്ടിടാം. ഞങ്ങളിത് കുറച്ച് ചെറിയൊരു സൈസിലാണ് ഉണ്ടാക്കിയത്. കാരണം രസവടയ്ക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങളിത് തയ്യാറാക്കിയത്. മറ്റൊന്നുമല്ല, ഞങ്ങൾ ചർച്ചിൽ നിന്നുള്ളൊരു കരോൾ വരുന്നതായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് രസവട കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് തയ്യാറാക്കിയത്. രസവട മാത്രമല്ല കേട്ടോ, ദോശയും സാമ്പാറും ചമ്മന്തിയും രസവടയും പപ്പടമൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെയാണ് ഞങ്ങൾ കൊടുത്തത്. അതുകൊണ്ട് തന്നെയാണ് വടപ്പരിപ്പൊക്കെ ഞങ്ങൾ 1 കിലോ എന്നുള്ള കണക്കിലെടുത്തത്. അപ്പോൾ നിങ്ങൾ വീട്ടിൽ ആവശ്യത്തിന് ഉണ്ടാക്കുകയാണെങ്കിൽ അതിൽ കുറഞ്ഞ അളവിൽ ഉള്ള ചേരുവകൾ മാത്രം മതിയാവും. നമ്മൾ കടയിൽ നിന്ന് പൈസ കൊടുത്ത് വാങ്ങുന്നതിനേക്കാളും നമ്മൾ വീട്ടിൽ തന്നെ എളുപ്പത്തിന് ഉണ്ടാക്കുകയും ചെയ്യാം, കാശും ലാഭവും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എന്നാൽ മറ്റൊരു വീഡിയോയുമായി അടുത്ത് കാണാം. ബൈ.